പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം, പുതിയ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയുമ്പോഴാണ് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാനും ആ വചനം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലേക്ക് നിറയപ്പെടാൻ വേണ്ടി വലിയ ദാഹത്തോടും ആഗ്രഹത്തോടും കൂടെ നമുക്ക് ചേർന്ന് പാടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളിൽ നിറയണമേ. ചെറിയവരും വലിയവരും ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു കവിയണമേ. അഭിഷേകത്തിനു വേണ്ടി, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾ തുറന്ന്, മനസ്സുകൾ തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് അങ്ങ് നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞ് കവിയണമേ. പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ. ദാഹിച്ചു പ്രാർത്ഥിച്ചേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി ചേർന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് അങ്ങ് നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, കവിയണമേ. ഞങ്ങളുടെ മനസ്സുകളിലേക്ക് നിറയണമേ. പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ച് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനോടെ പ്രാർത്ഥിക്കട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ, ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലുമുള്ള കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഉണർന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനോട് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളും ഉണർന്ന് ദാഹത്തോടെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ കൃപ നമ്മളിലേക്ക് നിറയട്ടെ. ദാഹിക്കുക, ദാഹിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ദാഹിക്കുക, ദാഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിറയണമേ. ഉണർവോടെ, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു കവിയണമേ. എളിമയോടെ പ്രാർത്ഥിക്കുന്നു. കവിഞ്ഞൊഴുകണമേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വചനങ്ങൾ, അങ്ങ് കാലാകാലങ്ങളിലായി ഞങ്ങളുടെ പൂർവികരിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ ഓരോന്നും ഹൃദയത്തിൽ സംഗ്രഹിക്കാനും അത് ഞങ്ങളുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് തന്നെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോട് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നിയമാവർത്തനത്തിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ മനോഹരമായിട്ടുള്ള വാക്യത്തിലൂടെ നിന്റെ ദൈവം ഇന്ന് നിന്നോട് പറയുകയാണ്, ഞാനെന്ന് കൽപ്പിച്ചിട്ടുള്ള ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഞാനെന്ന് കൽപ്പിച്ചിട്ടുള്ള ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. വചനം ഹൃദയത്തിലാണ് സൂക്ഷിക്കേണ്ടത്. വചനം ഹൃദയത്തിന്റെ ഉള്ളിലാണ് സൂക്ഷിക്കേണ്ടത്. ആ ഒരു വലിയ സത്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. കാരണം ഹൃദയത്തിൽ ഉള്ളതാണ് വെളിയിലേക്ക് വരുന്നത്. ഹൃദയത്തിൽ വചനത്തെ സൂക്ഷിച്ചാൽ അത് പുറത്തേക്ക് വരും. അഭിഷേകം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും, വിടുതലുണ്ടാകും. നമ്മുടെ എല്ലാ കുടുംബങ്ങളും സൗഖ്യം പ്രാപിക്കും. എന്തിനാണ് വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്?
അതിനുള്ള ഉത്തരം വീണ്ടും ദൈവം പറയുന്നു. നിയമാവർത്തനത്തിന്റെ പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ഇപ്രകാരമാണ്: ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ജാഗരൂകമായി വളരെയധികം ശ്രദ്ധയോടുകൂടി നിന്റെ മക്കളെ നീ അത് പഠിപ്പിക്കണം. തുടർന്ന് വചനം വീണ്ടും പഠിപ്പിക്കുന്നു: വീട്ടിലായിരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴെല്ലാം അതിനെ പറ്റി സംസാരിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തിനെ പറ്റിയാണ് നമ്മൾ സാധാരണ സംസാരിക്കുന്നത്? ദൈവവചനത്തെ പറ്റി സംസാരിക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് ആ വചനം നമ്മൾ പങ്കുവെച്ച് കൊടുക്കാറുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. പങ്കുവെച്ച് കൊടുത്തില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് നിയമാവർത്തനത്തിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകനായ മോശ തന്റെ മരണത്തോടടുത്ത സമയത്ത് തന്റെ പ്രിയപ്പെട്ട ജനത്തെ തന്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തി അവരുടെ കാതുകളിൽ ഊതിക്കൊടുക്കുന്ന മനോഹരമായ വാക്യമുണ്ട്. മോശ ഇപ്രകാരം പറയുകയാണ്. നിയമാവർത്തനത്തിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 46-ാം വാക്യം: ഞാനിന്ന് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവ ഹൃദയത്തിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ ഇത് നിസാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. മോശ പറയുന്ന കാര്യം അതാണ്, നിങ്ങളുടെ ജീവനാണിത്. ഇത് നിസാരമായിട്ട് തള്ളരുത്. ഇന്ന് അനേകം കുടുംബങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ കാരണം അതാണ്. ഈ ദൈവത്തിന്റെ വചനത്തെ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞു. ലോകത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തു. ദൈവത്തിന്റെ വചനത്തെ അവഗണിച്ചപ്പോൾ കുടുംബത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് അനേക കുടുംബങ്ങൾ ഇന്ന് വലിയ പിശാചിന്റെ കെണിയിൽ പെട്ടിരിക്കുകയാണ്. കാരണം എന്താ? കൊടുക്കേണ്ട വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മോശ പറഞ്ഞു, വളരെ ശ്രദ്ധയോടുകൂടി ജാഗരൂകതയോടുകൂടി ഓരോ വാക്കും നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ പഠിപ്പിക്കണം, ആജ്ഞാപിക്കണം. അതിന് നിങ്ങൾ ആദ്യം അവ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാം തിരുവചനം: ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അത് ജീവനാണ്. യേശു പറഞ്ഞ വാക്കുകൾ, ദൈവത്തിന്റെ വചനം, അത് ജീവനാണ്. ആ വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ച വചനം നമ്മൾ അധരത്തിലൂടെ പുറത്ത് കൊണ്ടുവരണം, മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപം ഒഴിഞ്ഞു പോകുന്നത്. 119-ാം സങ്കീർത്തനത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു വാക്യമാണ് 11-ാമത്തെ വാക്യം. അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം ഇതാണ്: അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറക്കരുത്, വചനം എത്രമാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവോ അത്രമാത്രം പാപം നമ്മളിൽ നിന്ന് അകന്നു പോകും. എത്രമാത്രം ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുന്നുവോ അത്രമാത്രം വചനമാണ് നമ്മുടെ അധരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ 12-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞത്, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അതുകൊണ്ട് മറക്കരുത്, വചനത്തെ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങളുടെ തലമുറകളോട് നിങ്ങൾ ആജ്ഞാപിക്കണം. നിങ്ങളുടെ മക്കളെ ജാഗരൂകതയോടെ അത് പഠിപ്പിക്കണം. ഇത് വലിയൊരു കൃപയായി, അഭിഷേകമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിച്ച് വചനത്തോടുള്ള വലിയ ദാഹം ഞങ്ങൾക്ക് നൽകണമേ. വചനത്തോടുള്ള തീഷ്ണത ഞങ്ങൾക്ക് നൽകണമേ. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാനും അത് തലമുറകളെ പഠിപ്പിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലപ്പോഴും വചനത്തെ നിസാരമായി ഞങ്ങൾ കണ്ടു. വചനത്തെ ഞങ്ങൾ പഠിപ്പിച്ചില്ല, അതിന് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചു. ഞങ്ങളുടെ കരുണ കാണിക്കണമേ. കരങ്ങൾ കൂപ്പി വലിയ എളിമയോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, വചനം പഠിക്കുവാൻ കൃപ നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, വചനം അനുസ്മരിക്കാൻ അഭിഷേകം നൽകണമേ. ഓ കർത്താവായ യേശുവേ, വചനം ഞങ്ങളുടെ തലമുറകളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ. എല്ലാ ദൈവമക്കളും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ. വചന പുസ്തകത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അനുസ്മരിച്ചിടാനും വരമരുളൂ. നമ്മുടെ ഭവനങ്ങളിലുള്ള ബൈബിൾ തുറന്ന് വായിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ. കരങ്ങൾ രണ്ടും യാചനാരൂപത്തിൽ ദൈവത്തിന്റെ പക്കൽ തിരിച്ചു പിടിച്ച് പരിശുദ്ധാത്മാവേ, വചനത്തോടുള്ള അഭിനിവേശം നൽകണമേ പരിശുദ്ധാത്മാവേ, വചനത്തോടുള്ള ദാഹം നൽകണമേ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും. വചനം എഴുതി കാണാപാഠം പഠിക്കാനുള്ള ഒരു പുത്തൻ അഭിഷേകം നിങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. വചനം കുഞ്ഞുങ്ങളെയും തലമുറകളെയും പഠിപ്പിക്കാനുള്ള ഒരു കൃപ നിങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ അഭിഷേകമായി ഞങ്ങളിലേക്ക് കവിഞ്ഞൊഴുകണമേ എന്ന് ദാഹത്തോടെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി ദാഹത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള പുത്തൻ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഓ കർത്താവേ, നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിച്ച് വചനത്തോടുള്ള വലിയ തുറവി നൽകണമേ. ഞങ്ങളുടെ തലമുറകളെ വചനം പഠിപ്പിക്കാനുള്ള പുത്തൻ അഭിഷേകം, പുതിയ കൃപ ഞങ്ങളിലേക്ക് അങ്ങ് ഒഴുകണമേ. യേശുവേ, 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 അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, മനസ്സും ഹൃദയമെല്ലാം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിറയണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കും. പ്രതിജ്ഞ എടുക്കും. നിറഞ്ഞു കവിയണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സ്പർശിക്കും. വചനത്തിന്റെ പുത്തൻ സ്പർശനം നൽകണം. വചനത്തിന്റെ പുത്തൻ അഭിഷേകം നൽകണം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവേ, അമ്മ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പുഞ്ചിരി തൂകുമാ സൂര്യകാന്തി സമാനമുഖം കാണുവിൻ ജനമേ മുദാ സാദരം തലകുമ്പിടു. രാജരാജനേശുവിൻ പുണ്യനാമം വാഴ്ത്തുവാൻ സന്നിധേ വരുവിൻ മുദാ സ്തോത്രഗീതം പാടുവാൻ. ഹല്ലേലൂയ, ഹോശാന, പാടിയണഞ്ഞിടുവിൻ. അതു നമ്മൾ തന്നവകാശം, ദൈവമക്കൾക്കഭിഷേകം. ഹല്ലേലൂയ, ഹോശാന, പാടിയണഞ്ഞിടുവിൻ. അതു നമ്മൾ ദൈവമക്കൾക്കഭിഷേകം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ തിരുരക്ത അഭിഷേക ആരാധനയിലാണ് നാം ഓരോരുത്തരും പങ്കുചേരുന്നത്. നമ്മുടെ ഈ തലമുറയിൽ യേശു ക്രിസ്തുവിന്റെ രക്തം വഴിയുള്ള വിടുതൽ അനുഭവിക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളും കുടുംബങ്ങളുമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവശക്തനായ ദൈവം കൃപയും അവസരവും നൽകി അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ വലിയ വലിയ വിടുതലുകൾ, വലിയ വലിയ അത്ഭുതങ്ങൾ ഭവനത്തിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവഹിക്കുകയും നിങ്ങളായിരിക്കുന്ന മുറിയിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ പ്രദേശത്ത് യേശുക്രിസ്തു രക്തത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്യാൻ ഈ നിമിഷം പിതാവായ ദൈവം തിരുവള്ളമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ ഇംഗിതമാണ് യേശുക്രിസ്തുവിന്റെ രക്തം വഴിയുള്ള പാപക്ഷമ. പിതാവായ ദൈവത്തിന്റെ തിരുഹിതമാണ് യേശുക്രിസ്തുവിന്റെ രക്തം വഴിയുള്ള വിടുതൽ. പിതാവായ ദൈവത്തിന്റെ തിരുഹിതമാണ് യേശുക്രിസ്തുവിന്റെ രക്തം വഴിയുള്ള സൗഖ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഓരോ മേഖലകളിൽ ബന്ധനത്തിലിരിക്കുന്നവർ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. പിതാവേ, പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഇന്ന് ഈ നിമിഷം ഓരോ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ബന്ധനത്തിൽ കിടക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കുട്ടികളില്ലാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പലതരത്തിലുള്ള ആത്മീയമായ തടസ്സങ്ങൾ അനുഭവിച്ച് പ്രാർത്ഥനയിൽ ഉണർവില്ലാതെ, ആത്മീയമായി മന്ദിച്ച് ഉണർവില്ലാതെ കിടക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. പലതരത്തിലുള്ള സാഹചര്യങ്ങളാൽ എല്ലാം നശിച്ച് ജീവിതത്തിൽ നിരാശ പൂണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. സകല വ്യക്തികളുടെ മേലും യേശുക്രിസ്തുവിന്റെ രക്തം ഇപ്പോൾ ഒഴുകി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി യേശുക്രിസ്തുവിനെ സ്തുതിക്കുക, യേശുക്രിസ്തുവിനെ ആരാധിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് ഇപ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുക. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ മേലും, ഭവനത്തിന്റെ മേലും, വംശത്തിന്റെ മേലും, പാരമ്പര്യത്തിന്റെ മേലും ഇതാ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അത്ഭുത ശക്തി, സ്വർഗത്തിന്റെ ശക്തി യേശുവിൻ ആത്മാവ് നിറയട്ടെ, ഇപ്പോൾ നിറയട്ടെ, യേശുവിൻ ശക്തിയ നിറയട്ടെ, നിറയട്ടെ, രക്തത്തിൻ ശക്തിയ നിറയട്ടെ, ഇപ്പോൾ തന്നെ യേശുവിൻ ശക്തിയ നിറയട്ടെ, അത്ഭുത ശക്തി, രക്തത്തിൻ ശക്തിയ നിറയട്ടെ, തിരുരക്ത ശക്തിയാൽ നിറയട്ടെ, യേശുവിൻ ശക്തിയ നിറയട്ടെ, യേശു രക്തത്തിൻ ശക്തിയ നിറയട്ടെ. ദുഷ്ടാത്മസേനയുടെ എതിർത്തു നിൽക്കാൻ യേശുനാമത്തിൻ ശക്തിയ നിറയട്ടെ, ദുഷ്ടാത്മസേനയുടെ എതിർത്തു നിൽക്കാൻ യേശുനാമത്തിൻ ശക്തിയ നിറയട്ടെ, 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 യേശുവിൻ ശക്തിയ നിറയട്ടെ, നിറയട്ടെ, യേശുവിൻ ആത്മാവ് നിറയട്ടെ. ലോകത്തിന്റെ ശക്തിയെ ജയിക്കുവാൻ, പാപത്തിന്റെ ശക്തിയെ ജയിക്കുവാൻ, ജഡത്തിന്റെ ശക്തിയെ ജയിക്കുവാൻ, ബലഹീനതയെ ജയിക്കുവാൻ തിരുരക്ത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപം നിറയും ലോകത്തിൻ ശക്തിയിൽ വിശുദ്ധിയ പരിചയം ജയിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആസക്തി നിറയും ജഡത്തിൻ ശക്തിയിൽ യേശുവിൻ രക്തം നിറയട്ടെ. രക്തത്താൽ വിടുതൽ. പാപം നിറയും ലോകത്തിൻ ശക്തിയിൽ ഇപ്പോൾ സൗഖ്യം. വിശുദ്ധിയ പരിചയം ജയിക്കട്ടെ. ശക്തി. ആസക്തി നിറയും ജഡത്തിൻ ശക്തിയിൽ യേശുവിൻ രക്തം നിറയട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ ശക്തിയ നിറയട്ടെ, നിറയട്ടെ. യേശു രക്തത്തിൻ ശക്തിയ നിറയട്ടെ, നിറയട്ടെ. യേശുവിൻ ശക്തിയ നിറയട്ടെ, പവർ, പവർ. യേശു രക്തത്തിൻ ശക്തിയ നിറയട്ടെ. ദുഷ്ടാത്മസേനയുടെ എതിർത്തു നിൽക്കാൻ യേശുനാമത്തിൻ ശക്തിയ നിറയട്ടെ, ദുഷ്ടാത്മസേനയുടെ എതിർത്തു നിൽക്കാൻ യേശുനാമത്തിൻ ശക്തിയ നിറയട്ടെ. ശക്തി നിറയട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വിടുതലിന്റെ അഭിഷേകം, ഇതാ രക്തത്തിന്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നു, ഭവനത്തിലേക്ക് വ്യാപരിക്കുന്നു, വംശത്തിലേക്ക് വ്യാപരിക്കുന്നു. പാപമംഗലമായ വംശങ്ങൾ ഇപ്പോൾ കഴുകപ്പെടട്ടെ, പാപമംഗലമായ തലമുറകൾ ഇപ്പോൾ കഴുകപ്പെടട്ടെ, പാപമംഗലമായ കുടുംബാംഗങ്ങൾ ഇപ്പോൾ കഴുകപ്പെടട്ടെ, അശുദ്ധിയുടെ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ ശക്തിയാൽ നിറയട്ടെ. സ്തുതിക്കുന്നു. സകല മക്കൾ സ്തുതിക്കട്ടെ. ദൈവാനുഭവങ്ങൾ ഇല്ലാത്തവർ സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത കിട്ടാത്തവർ സ്തുതിക്കട്ടെ. ശാപക്കെട്ടുകളിൽ ഇരിക്കുന്നവർ സ്തുതിക്കട്ടെ. പാപബന്ധനങ്ങളിൽ ഇരിക്കുന്നവർ സ്തുതിക്കട്ടെ. രക്തത്താൽ വിടുതൽ. യേശുവിന്റെ രക്തമായി സകല തിന്മകളെയും തകർക്കുന്നു. നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഗ്ലോറി, 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 ഗ്ലോറി.
അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ആത്മസേനയോട് എതിർത്തു നിൽക്കാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ, നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ. യേശുവിൻ ശക്തിയാൽ നിറയട്ടെ, നിറയട്ടെ, ഞങ്ങൾ നിറയട്ടെ. യേശുവിൻ ആത്മാവാൽ നിറയട്ടെ. എൻ്റെ പേര് ജോസ്, തൃശ്ശൂർ രൂപതയിൽപ്പെട്ട. ഞാനിവിടെ വരുമ്പോൾ തന്നെയല്ല, എനിക്കൊരു 18 വർഷമായി കാലിന്റെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഭയങ്കര കഴപ്പാണ് കാലിന് മുട്ടിന് തീരെ താഴത്തേക്ക്. അത് 1-2 വട്ടം ഞാൻ വേറെ ധ്യാനങ്ങൾക്കൊക്കെ പോയി, പക്ഷെ ഇതുവരെ അതിനൊരു സൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ അച്ഛനോട് കുമ്പസാരം കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറയുകയും ചെയ്തു, ഇന്നമാതിരി ഇനി പോണാട്ടിൽ ലീവ് കഴിഞ്ഞ് പോണാട്ടിൽ മുപ്പാടെ ഒരു ഡോക്ടറെ കാണണം, ഒരു ഓപ്പറേഷൻ ഇതിനാക്കണം, അടുത്ത വട്ടം വരുമ്പോഴേക്കും ചെയ്യാനായിട്ട്. അച്ഛൻ പറഞ്ഞു, നീ പേടിക്കുന്നു വേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കണ്ടേ, എല്ലാ കാര്യങ്ങളും ശരിയാവും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ കാലിന്റെ മുട്ടിന്റെ അവിടെ ഒരു പൊട്ടണമാതിരി ഒരു സൗണ്ട് കേട്ടു. അതിനുശേഷം ഇതേവരെ ഞാനത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കഴയ്ക്കുന്നുണ്ടോ കാലോ. പക്ഷെ ഇതുവരെ എനിക്ക് ഇതുവരെ അതൊരു അനുഭവമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വർഷമായിട്ടുള്ളതാണ്? 18 വർഷമായി. 87 കഴിഞ്ഞതാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതിനുശേഷം കാലിനെങ്ങനെയാണ്? കാലിന്റെ ചിരട്ട എടുത്ത് കളഞ്ഞതാണ്. ഹല്ലേലൂയ. കാലിന്റെ ചിരട്ട എടുത്ത് കളഞ്ഞു. 18 വർഷമായി ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം കാല് കഴിച്ച് വേദനിച്ച് നിൽക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്ന അവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് ഇതിനു മുമ്പ് 2 ധ്യാനം കൂടിയിരുന്ന് മാറിയിരുന്നില്ല. അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ടൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് എല്ലാം ശരിയാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ കുമ്പസാരം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് സ്തുതിച്ചു. ഇപ്പോ ആ സ്തുതിപ്പിന്റെ സമയത്ത് സ്തുതിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ അങ്ങോട്ട് മാറി. അസിസ്റ്റന്റ് ഡയറക്ടർ സ്തുതിച്ചുകൊണ്ടിരുന്നാലേ മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും അങ്ങോട്ട് സ്തുതിച്ച് ആ സ്തുതിപ്പിന്റെ സമയത്താണ് ആ പൊട്ടലിന്റെ സ്വരം കേട്ടത്. അതോടുകൂടെ കാല് 18 വർഷമുള്ള പീഡ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. കൈയടിച്ച് സ്വയമാകപ്പെടുത്താ. ഹല്ലേലൂയ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാൻ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാൻ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാൻ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാൻ. സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്കുള്ള വഴി. പാലക്കാട് ടൗണിൽ നിന്ന് മണ്ണാർക്കാട് റൂട്ടിൽ 70 കിലോമീറ്റർ സൈലന്റ് വാലി കാനന ചുരത്തിലൂടെ യാത്ര ചെയ്താൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെത്താം.
ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 and 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.